മലപ്പുറം പ്രസ് ക്ലബ്ബിൽ അങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന ഒരാളല്ലെങ്കിലും പണ്ട് കുഞ്ഞാമാക്കയുടെ ഒക്കെ കാലത്ത് തന്നെ ചെറിയ രൂപത്തിലാണെങ്കിലും പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ടൊക്കെ ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. ഇപ്പം നമ്മൾ സംസ്ഥാനത്താകെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് തമ്മിൽ കാണുന്നത്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ സമീപ ചരിത്രത്തിലേക്ക് നോക്കിയാൽ കേരളത്തിലെ രാഷ്ട്രീയ ബലാബലത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല, അപൂർവം സന്ദർഭങ്ങളിൽ ഒരിക്കലോ മറ്റോ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വിധിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ വരാറുള്ളത്. അതിൻ്റെ ഒരു കാരണം പ്രാദേശിക വികസനത്തിന് നേതൃത്വം കൊടുക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആശ്രയിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തെയാണെന്നൊരു ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതാണ് പ്രതിഫലിച്ചത്. എന്നാൽ അതത് സന്ദർഭത്തിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ചയാവുകയും ചെയ്യും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, ഇതൊക്കെയാണ് പ്രധാനമായും ജനങ്ങളുടെ പരിഗണനാ വിഷയങ്ങൾ. മുൻപ് തന്നെ പറയാറുള്ളൊരു കാര്യം, ഇന്ത്യക്ക് വഴികാട്ടുന്ന നാടാണ് കേരളം എന്നാണ്. അത് ശരിയുമാണ്. മിക്കവാറും എല്ലാ രംഗങ്ങളിലും ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ കേരളമാണ് മികച്ചു നിൽക്കുന്നത്. അഭിമാനകരമായ നില കേരളത്തിനുണ്ട്. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി കേരളം മാറുന്നു എന്നതാണ് പ്രത്യേകത. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു വാർത്ത, 2025 ജനുവരി 1 മുതൽ ജൂൺ 30 വരെ ആദ്യത്തെ 6 മാസം കേരളം സന്ദർശിക്കാനായി ഇവിടേക്ക് വന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി കേരളത്തിലേക്ക് വന്ന സഞ്ചാരികളുടെ എണ്ണം ഏകദേശം 1.25 കോടിയാണ് എന്നാണ്. അതൊരു സർവകാല റെക്കോർഡാണ്. എന്തുകൊണ്ടാണ് ലോകം കേരളത്തിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നത്? കുറച്ചു മുൻപ് ടൈംസ് മാഗസിനും ആയുഷ്കാലത്തിനിടയിൽ കണിശമായും സന്ദർശിക്കേണ്ട ലോകത്തിലെ 50 സ്ഥലങ്ങളുടെ പട്ടികയിൽ കേരളമാണ് അടയാളപ്പെടുത്തിയത്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയോ കാലാവസ്ഥയോ മാത്രമല്ല, ലോകരാജ്യങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു വിസ്മയമാണ്. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് കേരളം ഒരു വിസ്മയമായി നിൽക്കുകയാണ്. എല്ലാ സാമൂഹ്യ വികാസ സൂചികകളിലും ഇന്ത്യയിൽ ഒന്നാമതെത്തുന്നു എന്ന് മാത്രമല്ല, പലയിടത്തും ലോകോത്തരമായ നിലവാരം കേരളം കാത്തുസൂക്ഷിക്കുന്നു എന്നതും പ്രധാനമാണ്. ഇപ്പം ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, പ്രതീക്ഷിത ആയുസ് എന്നിങ്ങനെ ഏത് സൂചിക എടുത്ത് പരിശോധിച്ചാലും അമേരിക്കയോടൊപ്പം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമായി മത്സരിക്കുന്ന തരത്തിൽ, സിംഗപ്പൂരിൻ്റെ സമീപം, അങ്ങനെയൊക്കെയാണ് കേരളത്തിൻ്റെ ഒരു നില. രാജ്യം പക്ഷേ പൊതുവെ വളരെ വ്യത്യസ്തമായ മറ്റൊരു ചിത്രമാണ് തരുന്നത്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ ഇപ്പോഴും 102ആണ്. ആകെ 123 രാജ്യങ്ങളാണ് ആഗോള വിശപ്പ് സൂചികയിലുള്ളത്. അപ്പോൾ പട്ടിണി മരണങ്ങൾ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു രാജ്യത്ത് അതിദാരിദ്ര്യമില്ലാതെ ആയത് ഉൾപ്പെടെയുള്ള മികവാർന്ന നേട്ടങ്ങളുമായി കേരളം നിൽക്കുന്നത് എങ്ങനെ എന്ന് ലോകം സാഗൂതം വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് മുതൽ ഇങ്ങോട്ട് സ്വീകരിച്ച ദീർഘവീക്ഷണത്തോടു കൂടിയ വികസന പദ്ധതികളുടെയും സാമൂഹ്യക്ഷേമ നടപടികളുടെയും എല്ലാം ഭാഗമായി രൂപപ്പെട്ടതാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു. പുതിയ വിഭാഗങ്ങൾക്ക് പെൻഷൻ, വീട്ടമ്മമാർക്ക് ക്ഷേമ പെൻഷൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു പുതിയ ചുവടുവയ്പ് നടത്തി. മറ്റ് വൻകിട വികസന പദ്ധതികൾ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കേരളത്തെ ലോകത്തിൻ്റെ മുന്നിൽ അടയാളപ്പെടുത്തപ്പെടുന്ന വൻകിട വികസന പദ്ധതികളും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിതത്തിൽ അനുഭവവേദ്യമാവുന്ന ക്ഷേമ പദ്ധതികളും, ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടാണ് കേരളം മുൻപോട്ട് പോകുന്നത്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ തിളക്കമാർന്ന വിജയം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം കേരളത്തിലും ജില്ലയിലും, മലപ്പുറം ജില്ലയിലും LDF ഉണ്ടാവും എന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്.
എന്നാൽ ഈ ഘട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു വികസന അജണ്ടയുമായി LDF മുൻപോട്ട് പോകുമ്പോൾ UDF സംബന്ധിച്ചിടത്തോളം ഒരു നിലതെറ്റിയ സാഹചര്യമാണുള്ളത്. UDF വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിന് ക്ഷതമേൽക്കുന്ന തെറ്റായ പല നിലപാടുകളുമാണ് സ്വീകരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഏത് വിധേനയും നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ UDF ഇപ്പോൾ അപകടകരമായ ബാന്ധവങ്ങളിലേക്കാണ് വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണ് UDFലെ പുതിയ ഘടകകക്ഷിയായി മാറിയിട്ടുള്ളത്. ഔപചാരികമായി ഘടകകക്ഷിയായി പ്രഖ്യാപിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ മൂന്നാമത്തെ ഘടകകക്ഷിയാണ് എന്ന നിലയിലാണ് കാര്യങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി എക്കാലവും മതരാഷ്ട്രവാദമാണ് ഉയർത്തിപ്പിടിച്ചത്. RSSനെ അതിശക്തമായി നമ്മുടെ മതനിരപേക്ഷ സമൂഹം എതിർക്കുന്നത് മതരാഷ്ട്ര നിലപാടിൻ്റെ പേരിലാണ്. RSSന്റെ മതരാഷ്ട്രത്തിന് ബദലല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രം. രണ്ടും സമൂഹത്തെ അപകടത്തിലേക്കാണ് നയിക്കുക. ഇരു കൂട്ടരും സമൂഹത്തെ വർഗീയവൽക്കരിക്കാനാണ് പരിശ്രമിക്കുന്നത്. അപ്പോൾ ഈ വർഗീയ താല്പര്യങ്ങളുമായി UDF ഔപചാരികമായി തന്നെ ബന്ധപ്പെടുകയാണ്, ബാന്ധവത്തിലേർപ്പെടുകയാണ്. ഇപ്പോൾ പാറശാലയിൽ നിന്നൊരു വാർത്ത വന്നു. അവിടെ RSSന്റെ നേതാവായ ബേബി കുമാർ, അദ്ദേഹം RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ ഏപ്രിൽ അവരുടെ പഥസഞ്ചലനത്തിൽ അവരുടെ ഔദ്യോഗിക യൂണിഫോമിൽ നേതൃത്വം കൊടുത്ത മുഴുവൻ സമയ RSS പ്രവർത്തകനാണ്. അദ്ദേഹമാണ് പാറശാലയിൽ കൈപ്പത്തി അടയാളത്തിൽ ഇപ്പോൾ മത്സരിക്കുന്നത്. അപ്പോൾ RSSുമായി ഇങ്ങനെയുള്ള പ്രാദേശിക നീക്കുപോക്കുകൾ തെക്കൻ കേരളത്തിലുണ്ടാകുന്നു. കേരളത്തിൽ മൊത്തത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നണിയിലെടുത്തു എന്ന നിലയിൽ ഒരുമിച്ച് മത്സരിക്കുകയും ചെയ്യും. ഇതെല്ലാം മതനിരപേക്ഷ സമൂഹത്തിന് പരിക്കേൽപ്പിക്കുന്ന നടപടികളാണ്. പക്ഷേ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ വോട്ടർമാർ ഇത്തരം തെറ്റായ നിലപാടുകളെ സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം. നാടിൻ്റെ സമാധാന അന്തരീക്ഷം എക്കാലവും നിലനിൽക്കണം. ജനപക്ഷ വികസന കാഴ്ചപ്പാടുകൾ കൂടുതൽ ശക്തിപ്പെടണം. പ്രാദേശിക വികസനം കൂടുതൽ ഊർജിതമാവണം. ഈ ഒരു കാഴ്ചപ്പാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF പൊതുവിൽ മുൻപോട്ട് വെക്കുന്നത്. എനിക്ക് ആമുഖമായി ഇത്രയും പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ എപ്പോഴും LDFിനും മേൽക്കോയ്മയുണ്ടാക്കുന്ന ജില്ലയാണ് മലപ്പുറം. മലപ്പുറത്ത് മാത്രമായിട്ട് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടോ, അല്ലെങ്കിൽ മലപ്പുറത്ത് ലീഗിന്റെ ഒരു അപ്രമാദം കൂടി UDFിന് സഹായകരമാകാറുണ്ട്? ഇതിലൊരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നു? നിങ്ങൾ പറഞ്ഞ പൊതുവിൽ ശരിയാണെങ്കിലും മലപ്പുറത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഇടതുപക്ഷ മുന്നേറ്റങ്ങൾ ഉണ്ടായ ചരിത്രവും ഉണ്ട്. ഇപ്പോൾ ഒരു കാലത്ത് ജില്ലയിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളും ഇടതുപക്ഷം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. നമ്മുടെ ഈ മലപ്പുറം ജില്ലാ കേന്ദ്രത്തിലെ മലപ്പുറം ഉൾപ്പെടെ എല്ലാ തെരഞ്ഞെടുപ്പിലും ആ നേട്ടം ആവർത്തിക്കാനൊന്നും സാധിച്ചിട്ടില്ല. എന്നാൽ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ പൊതുവിൽ അനുകൂലമായി വരുന്ന സമയത്ത് മലപ്പുറത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ പ്രകടമായ ഒരു ഇടതുപക്ഷ വിജയം മലപ്പുറത്ത് ഉൾപ്പെടെ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞു, അതിനെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അത് പ്രതിരോധിക്കുന്നുണ്ട്. അപ്പോൾ ലീഗിന് അത്തരത്തിലൊരു വർഗീയ നിലപാടുള്ളതായിട്ട് CPM അഭിപ്രായം ഉണ്ടാവും, അല്ലെങ്കിൽ വർഗീയതയിലേക്ക് കടക്കുകയാണെന്നാണ് അന്ന് ഗോവിന്ദമാഷ് പറഞ്ഞത്. കോൺഗ്രസ് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? കോൺഗ്രസ് പ്രതിരോധിക്കുന്നത് മറുവായുധം ഇതിനു മുമ്പും രാഷ്ട്രീയ സംഖ്യമില്ല, തെരഞ്ഞെടുപ്പിലെ പ്രാദേശിക നീക്കുപോക്കാണെന്നൊക്കെയാണ് കോൺഗ്രസും അല്ലെങ്കിൽ ലീഗും പറയുന്നത്. ലീഗിൻ്റെ സെക്രട്ടറിയുടേതായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. അദ്ദേഹം, എനിക്കത് മനസ്സിലായിട്ടില്ല, അദ്ദേഹം ഉപയോഗിച്ച വാചകം തെരഞ്ഞെടുപ്പ് ധാരണയില്ല, നീക്കുപോക്ക് മാത്രം, അല്ലേ? അങ്ങനെയാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തത്. സത്യത്തിൽ ധാരണയും നീക്കുപോക്കും ഒന്ന് തന്നെയാണ്. ചില ഘട്ടത്തിൽ പറയാറുണ്ട് സഖ്യമില്ല, ധാരണ എന്നൊക്കെ പറയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. എന്നാൽ വസ്തുത അതല്ല. ഇപ്പോൾ UDFലെ ഒരു ഘടകകക്ഷിയായി മാറിയിരിക്കുന്നു. ഔപചാരിക പ്രഖ്യാപനം വന്നിട്ടില്ലായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. ഘടകകക്ഷിയായി മാറിയിരിക്കുന്നു, ഒരുമിച്ച് മത്സരിക്കുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി അല്ലേ KP മജീദ് സാഹിബ്, അല്ലേ? അദ്ദേഹമാണ് ഇപ്പോൾ ആണോ? അല്ല, എന്തായാലും ദേശീയ വൈസ് പ്രസിഡന്റ്. ദേശീയ വൈസ് പ്രസിഡന്റ്. എനിക്ക് സ്ഥാനം മാറിപ്പോയതാണ്, ക്ഷമിക്കും.
അപ്പോൾ ദേശീയ വൈസ് പ്രസിഡന്റാണെന്നാണ് മഹേഷിനെ തിരുത്തിയത്. KP മജീദ് സാഹിബ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത്. അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ ഈ മുന്നണി ആയി മത്സരിക്കുന്നതിൻ്റെ ഉദാഹരണം എമ്പാടുമുണ്ട്, നമ്മുടെ മുൻപിൽ എമ്പാടുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മുൻപൊക്കെ അവർ വ്യത്യസ്ത നിലപാടാണല്ലോ സ്വീകരിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനെതിരായിരുന്നു ഒരു ഘട്ടത്തിൽ അവർ. അങ്ങനെ പല, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. വോട്ട് ചെയ്യുന്നത് നല്ല തന്നെയാണ്. പിന്നെ അവർ കുറേ കാലം വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ UDFിലെ ഒരു ഘടകകക്ഷിയായി രൂപപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായി UDFന് പിന്തുണ കൊടുത്തു സംസ്ഥാന വ്യാപകമായി. അങ്ങനെ UDF പ്രവേശനത്തിനുള്ള അരങ്ങൊരുക്കി. ഈ തെരഞ്ഞെടുപ്പിൽ ഔപചാരികമായി UDFിൻ്റെ ഭാഗമായി തന്നെ മാറി. അവരിനി അതിന് ധാരണയെന്നാണോ സഖ്യമെന്നാണോ വിളിക്കുക എന്നത് മറ്റൊരു പ്രശ്നമാണ്. നാം കാണുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ച, മുസ്ലിം സാമൂഹ്യ സംഘടനകളും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയെ ഒരു അകലത്തിൽ നിർത്തിയിരുന്ന ചരിത്രമാണുണ്ട്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് എന്നതുകൊണ്ടാണ്. മതരാഷ്ട്രവാദമാണ് മുൻപോട്ട് വെക്കുന്നത്. ഇപ്പം പൂക്കോയ തങ്ങളുടെ കാലത്തോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്തോ ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലത്തോ ലീഗ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ വന്ന് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമി ഫലത്തിൽ മാറി. അതാണ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ. ആ നിലപാടുകളെ സ്വാധീനിക്കുക മാത്രമല്ല, അതിനെ നിർണയിക്കുക തന്നെ ചെയ്യുന്ന ശക്തിയായി ജമാഅത്തെ ഇസ്ലാമി മാറി. ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുകയും അങ്ങനെ ലീഗിൻ്റെ നിലപാടുകൾ കൈക്കൊള്ളുന്നതിൽ വലിയ പങ്കുവഹിച്ച് UDFനെ തന്നെ സ്വാധീനിക്കുകയും ചെയ്യുന്ന നിലയിലേക്കാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ വന്നിട്ടുള്ളൊരു മാറ്റം. അത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമായിരിക്കില്ല എന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. എൻ്റെ മാത്രം ഒരു അഭിപ്രായമല്ല. ഞാനിപ്പോൾ ഇന്ന് കണ്ടത് എല്ലായ്പ്പോഴും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്ന ഒരാളാണ് ബഹുമാന്യനായ കാരശ്ശേരി മാഷ്. അപ്പോൾ MN കാരശ്ശേരി മാഷ് വളരെ ശക്തമായി തന്നെ ഈ അപകടം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു CPM പ്രവർത്തകൻ്റെ ആരോപണമോ പ്രശ്നമോ അല്ല. നമ്മുടെ സമൂഹത്തിൽ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവരെല്ലാം ഇതിൽ ആകുലരാണ്. കോൺഗ്രസിൻ്റെ തന്നെ ഉറച്ച വോട്ടർമാരിൽ ഈ കാര്യം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അവരെല്ലാം മതനിരപേക്ഷ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി അവർക്ക് വോട്ട് അംഗബലം കുറവാണെങ്കിൽ ഒരു മുസ്ലിം സംഘടന UDFിലേക്ക് വരുന്ന UDFുമായിട്ട് ധാരണ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി മൊത്തത്തിൽ UDFുമായി അടുക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ഞാൻ കരുതുന്നേയില്ല. കാരണമല്ല, പൊതുവിൽ നമ്മൾ പറയാറുണ്ട്, നല്ല ദീനീ ബോധമുള്ള ഒരു മുസൽമാൻ കൃത്യമായ അകലം പാലിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾ അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കൂ. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ സ്വതന്ത്രയാവുന്ന ഘട്ടത്തിൽ RSSന്റെ മതരാഷ്ട്രവാദത്തെ എതിർത്തവരല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 47 ഇന്ത്യ സ്വതന്ത്രയാവുന്നു. ആ ഘട്ടത്തിൽ ഇന്ത്യൻ ഭരണഘടനയെയും ദേശീയ പതാകയെയും മതനിരപേക്ഷ രാഷ്ട്രം എന്ന കാഴ്ചപ്പാടിനെയും അതിശക്തമായി എതിർത്തവരാണ് RSS അന്ന് ആ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ മതരാഷ്ട്രവാദം തന്നെയാണ് അവരുടെ രാഷ്ട്രീയമായി ഉയർത്തിപ്പിടിച്ചത്. അന്ന് അതിനെതിരായ നിലപാടല്ല ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചത്. മൗദൂദി തന്നെ അന്ന് ഇന്ത്യ മതരാഷ്ട്രമായിക്കോട്ടെ എന്ന നിലപാട് സ്വീകരിച്ച ആളാണ്. പാകിസ്ഥാൻ മതരാഷ്ട്രമാണ്, ഇവിടെയും അങ്ങനെ ഇവർ കരുതുന്ന ഒരു മതരാഷ്ട്രമാകുന്നതിൽ വിയോജിപ്പില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഈ നിലപാടുകൾ ഉൾപ്പെടെ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ഒട്ടും സ്വീകാര്യതയില്ലാത്ത നിലപാട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചു പോന്നിരുന്നത്. അത്തരത്തിലുള്ള സംഘടനകളൊന്നും, ആ മേഖലയിലുള്ള സംഘടനകളൊന്നും ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിച്ചിരുന്നതുമില്ല എന്നതാണ് വസ്തുത. ഇങ്ങനെ ഇപ്പോൾ UDFിൻ്റെ ഭാഗമായി എന്നതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിൽ ഒരു സ്വാധീനം ചെലുത്തുമെന്ന് ഞങ്ങൾ കരുതുന്നുമില്ല. ഇത് ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞു പോകുമോ എന്ന പേടി കൊണ്ട് പറയുന്നൊരു കാര്യമല്ല. ജമാഅത്തെ ഇസ്ലാമി അവരവരുടെ നിലപാട് സ്വീകരിക്കട്ടെ. പക്ഷേ UDFിൻ്റെ ഘടകകക്ഷിയായി ഒരു മതരാഷ്ട്രവാദ സംഘടന കടന്നു വരുന്നത്
നമ്മുടെ സമൂഹത്തിന് ദോഷം ചെയ്യും. മതരാഷ്ട്രവാദം ഏത് കോണിൽ നിന്ന് ഉയർന്നു വന്നാലും അത് മതനിരപേക്ഷ സമൂഹം ചെറുക്കേണ്ടതാണ്. RSSന്റെ മതരാഷ്ട്രവാദവും ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദവും തള്ളിക്കളയേണ്ട ആശയമാണ്. ആ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അത്രയേ ഉള്ളൂ. സമീപകാലത്ത് CPM നേതാക്കളൊക്കെ സംഘപരിവാറുമായിട്ട് ചാർത്താൻ വേണ്ടി ഒരു ആസൂത്രണം ഇപ്പോൾ ഏറ്റവും അത് എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രി തുടങ്ങിയപ്പോൾ എത്തി നിൽക്കുന്നത് ബ്രിട്ടാസിലാണ്. സംഘപരിവാറിനെതിരെ വളരെ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്വാധീനമാണോ? ലീഗിന്റെ സൈബർ ഇടം പൂർണ്ണമായിട്ടും ഇന്നലെ ബ്രിട്ടാസിനെതിരായിരുന്നു. അപ്പോൾ അത് ഇതിന്റെ ഒരു ഭാഗമാണ്. ഒരു സംശയവുമില്ല. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി രൂപപ്പെട്ടതിൻ്റെ പ്രതിഫലനമാണത്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ശൈലിയാണ്. ഉറച്ച മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, എല്ലാത്തരം വർഗീയതയെയും എതിർക്കുന്ന ആളുകൾ കൂടിയാവുമ്പോൾ അവരെ ഇങ്ങനെ ചാപ്പയടിക്കുക. അത് നമുക്കറിയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് വിലയിട്ട സംഘടനയാണ് RSS. പരസ്യമായിട്ടായിരുന്നല്ലോ പ്രഖ്യാപനം. തല അറുത്തു കൊണ്ടുവന്നാൽ 1 കോടി രൂപ ഇനാം നൽകാം എന്ന് പാർലമെന്റ് അംഗം സന്നിഹിതനായിരിക്കുന്ന RSSന്റെ വേദിയിൽ വെച്ചാണ് RSSന്റെ നേതാവ് കുന്ദൻ ചന്ദ്രാവത്ത് പ്രസംഗിക്കുന്നത്. വേറൊരു നേതാവിനും അങ്ങനെ ഒരു വധഭീഷണിയെന്നോ ഇനാം പ്രഖ്യാപനമെന്നോ പറയാവുന്ന രൂപത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെയെല്ലാം ജീവിതകാലം മുഴുവൻ RSSനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച, അവരുടെ വധശ്രമത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് വധഭീഷണി നിലനിൽക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പോലും ഈ നിലയിൽ ചിത്രീകരിക്കാൻ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു മടിയുമില്ല. അതാണ് ഇതിൻ്റെ നേരെ എതിർവശമാണ് RSSഉം. മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ ന്യൂനപക്ഷാവകാശങ്ങളെ സംബന്ധിച്ച് ശക്തമായൊരു പൊസിഷൻ എടുത്താൽ അപ്പോൾ RSS ചാപ്പയടിക്കുമല്ലോ. അപ്പോൾ മുസ്ലിം വർഗീയവാദികളോടൊപ്പമാണ് ചാപ്പയടിക്കും. RSSനെ കാർബൺ കോപ്പിയാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. മതരാഷ്ട്രവാദ മുദ്രാവാക്യത്തിൻ്റെ കാര്യത്തിൽ, പ്രചരണ ശൈലിയുടെ കാര്യത്തിലെല്ലാം RSSന്റെ കാർബൺ കോപ്പിയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്രിട്ടാസിൻ്റെ കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. ജോൺ ബ്രിട്ടാസ് MP ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും ദൃഢമായ ഒരു മതനിരപേക്ഷ ശബ്ദമല്ലേ? അതിശക്തമായി മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സംഘപരിവാരത്തെ ആക്രമിക്കുന്ന ഏറ്റവും ഊർജ്ജസ്വലനായ ഒരു MP അല്ലേ? എല്ലാ മലയാളികൾക്കും അഭിമാനമാണ് അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഇങ്ങനെ ചാപ്പയടിക്കുന്നത്. ഇത് മുസ്ലിം ലീഗിൽ മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള ആരെങ്കിലും ഇപ്പോൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ജമാഅത്തിന്റെ പിടിയിൽപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് പരിശോധിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് അർഹതപ്പെട്ട ഫണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. എത്ര സമരങ്ങൾ നടന്നാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഡൽഹിയിൽ പോയി സമരം ചെയ്തല്ലേ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു MP വിവിധ വകുപ്പുകളിൽ ഫണ്ട് നേടിയെടുക്കുന്നതിന് വേണ്ടി നിരന്തരം പോവുകയും സമ്മർദ്ദം ചെലുത്തുകയും ഒക്കെ ചെയ്യേണ്ടി വരില്ലേ? അതിനെ ഇങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ എത്ര അപഹാസ്യമായിട്ടുള്ള, എത്ര പരിഹാസ്യമായിട്ടുള്ളൊരു നടപടിയായിരിക്കും അത്. അതേസമയം ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളെ ഗൗരവതരമായി ബാധിക്കുന്ന നിയമനിർമ്മാണ സന്ദർഭങ്ങളിൽ നമ്മുടെ ജില്ലയിൽ നിന്ന് ഉൾപ്പെടെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ പാർലമെന്റിൽ പോകാതെ ഒളിച്ചു നിന്ന സന്ദർഭം നമ്മുടെ മുന്നിലുണ്ട്. എന്തായിരുന്നു സമാന സാഹചര്യങ്ങൾ വന്നപ്പോൾ ജോൺ ബ്രിട്ടാസ് സ്വീകരിച്ച നിലപാട്? അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ മുമ്പാകെ ഉള്ളൊരു കാര്യമാണ്. വളരെ വിനാശകരമായ ഒരു ശൈലിയാണ് ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനത്തിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗും UDFഉം ഒക്കെ സ്വീകരിക്കുന്നത്. അത് അവർക്ക് തന്നെ വിനയായിട്ട് മാറും എന്ന് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധത്തിന്റെ കാര്യം പറയുമ്പോൾ UDF നേതൃത്വം പറയുന്നത് 96 മുതൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം നടത്തിയിട്ടുണ്ട്. ദേശാഭിമാനി പോലും അവരുടെ പിന്തുണയെ അനുമോദിച്ചുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. പിന്നീട് പല തെരഞ്ഞെടുപ്പുകളിൽ 2019 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ല? 2019 ശേഷമാണോ ജമാഅത്തെ ഇസ്ലാമിക്ക് തീവ്രമായ ചിന്താഗതി വന്നത് എന്ന നിലയിലേക്ക് ഇടതുമുന്നണി എത്തിയത് എന്നൊരു ചോദ്യം അവരുടെ ഭാഗത്ത് വരുന്നുണ്ട്. അവരുടെ ചോദ്യം ഒരു ഗൗരവമില്ലാത്ത അപ്രസക്തമായൊരു ചോദ്യമാണ്. ദേശാഭിമാനി ജമാഅത്തെ ഇസ്ലാമിയെ അഭിനന്ദിച്ചുകൊണ്ടൊരു മുഖപ്രസംഗം എഴുതിയിട്ടില്ല. ഒരു ഘട്ടത്തിൽ അവർ സ്വീകരിച്ച ഒരു നിലപാട്, അതൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ്. ആ നിലപാട് വിവിധ വിഭാഗങ്ങൾ സ്വീകരിച്ച നിലപാടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ലേഖനത്തിൽ ഇതും പരാമർശിച്ചിട്ടുണ്ട്. ഇവർ പൊതുവെ ഇടതുപക്ഷ വിരുദ്ധ നിലപാടൊക്കെ സ്വീകരിക്കുന്നവരാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വളരെ അപകടകരമായ വ്യതിയാനം സംഭവിച്ചൊരു ഘട്ടത്തിലാണ് അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ആ കാലത്തെ
രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചപ്പോഴാണ്, അല്ലാതെ ഞങ്ങൾ അഭിനന്ദിക്കാനൊന്നും പോയിട്ടില്ല. പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പിന്തുണയുടെ കാര്യം ഞാനിതാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ അടുത്ത കാലം വരെ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിരുന്ന നിലപാടെന്താണ്? സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യും. അപ്പോൾ അതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ വോട്ട് ചെയ്യുന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ നിലപാടല്ല, അതൊരു രാഷ്ട്രീയ പാപ്പരത്വമാണ്. അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഉള്ളൊരു കാര്യമാണ്, അതാരും നിഷേധിച്ചിട്ടില്ല. അതുപോലെയല്ല മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഭാഗവുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നത്. ഇപ്പോൾ മുന്നണിയിൽ എടുക്കുകയാണല്ലോ ചെയ്തിരിക്കുന്നത്, ഔപചാരിക പ്രഖ്യാപനമല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. UDFന്റെ ഘടകകക്ഷിയായി ജമാഅത്തെ ഇസ്ലാമി പോലെ ഒരു മതരാഷ്ട്രവാദ സംഘടന വരുന്നത് ഉചിതമാണോ? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുന്ന പഴയ നിലപാട് സ്വീകരിച്ചിട്ട് മഹാഭൂരിപക്ഷവും UDFനാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോലും ഈ വിമർശനം വരില്ല. ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അവരുടെ കാര്യമാണ്. പക്ഷേ ഇവിടെ അതല്ല, ഇവിടെ UDFന്റെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നത്. അവർക്ക് സീറ്റ് നീക്കി വെക്കുകയാണ്, ഒരു ഘടകകക്ഷിയാണ്. നമ്മുടെ ജില്ലയിലെമ്പാടും അങ്ങനെയല്ലേ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മജീദ് സാഹിബ് പോലും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യുക ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്കാണ്. അപ്പോൾ ഈ മുന്നണി പ്രവേശം നമ്മുടെ നാട്ടിൽ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്നവരെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ, പ്രധാനപ്പെട്ട മുന്നണിയുടെ ഭാഗമായി സ്വീകരിക്കുമായിരുന്നില്ല. അതിലിപ്പോൾ മാറ്റം വന്നിരിക്കുന്നു. ആ മാറ്റമാണ് ചൂണ്ടിക്കാണിച്ചത്. അത് കേരളത്തിന് ഗുണമല്ല, അത് RSSന്റെ മതരാഷ്ട്രവാദത്തെ സഹായിക്കും. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ ചാപ്പയുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പാർട്ടി സഖാക്കൾക്ക് നേരെ സംഘി ചാപ്പയുമായി വരുന്നു. ഈ ചാപ്പയുടെ കാര്യത്തിൽ ഒരു പരിധിവരെ പാർട്ടിയുടെ സൈബർ സഖാക്കൾ ഒരു മുൻഗാമിയായിട്ടില്ലേ ഇവർക്ക്? കാരണം പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരെ ഒന്നുകിൽ സംഘികളായോ അല്ലെങ്കിൽ സുഡാപ്പികളായോ മുദ്രകുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയും കാലം വിരാജിച്ചതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കൂടിയാണോ ഈ ജമാഅത്തെ ഇസ്ലാമി എടുത്ത് വഹിക്കുന്ന അതേ തന്ത്രം എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ വരുന്നത്. ആ ചോദ്യം പ്രസക്തമല്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ചോദ്യത്തിലെ ആദ്യ ഭാഗത്തുള്ളൊരു വിഷയം ഈ സൈബർ ഇടങ്ങളിൽ ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള പ്രയോഗങ്ങളോ ചാപ്പകുത്തൽ എന്നൊക്കെ പറഞ്ഞു അത്തരം കാര്യങ്ങളോ നടക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. സൈബർ ഇടങ്ങൾ പലപ്പോഴും ഉത്തരവാദിത്തരഹിതമായ ശൈലി സ്വീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടക്കുന്ന ഒരു മേഖലയാണ്, ഒരു രംഗമാണത്. അതിനെ ഒന്നും ഞങ്ങൾ സ്വീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതല്ല. ഇപ്പം സൈബർ സഖാക്കൾ എന്ന് നിങ്ങൾ പറയുണ്ടായി, ആ ഒരു പ്രയോഗം തന്നെ ഞാൻ സ്വീകരിക്കുന്ന ഒരു പ്രയോഗമല്ല. സഖാവാണെങ്കിൽ അയാൾ എല്ലായ്പ്പോഴും സഖാവായിരിക്കും. അത് സൈബർ ഇടത്തിലാണെങ്കിലും സൈബർ ഇടത്തിന് പുറത്താണെങ്കിലും ഒക്കെ സഖാവായിരിക്കും. പക്ഷേ ഈ സൈബർ ഇടങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുകയും പല പല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവർ ചിലപ്പോൾ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നുണ്ടാവും, ചില സന്ദർഭത്തിൽ അതുപോലെ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ആളുകളെ സൈബർ മേഖലയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു നിരയെ ഞങ്ങൾ അണിനിരത്തിയിട്ടില്ല. നമ്മളൊക്കെ സൈബർ ഇടത്തിൽ ഉള്ളവരാണല്ലോ, വളരെ കുറച്ചേ ഞാനൊക്കെ ഉള്ളൂ, എന്നാൽ എന്നേക്കാൾ കൂടുതലുള്ള ആളുകൾ മറ്റുള്ളവരുണ്ടാവും. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു ഇടതുപക്ഷക്കാരൻ അവൻ്റെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ സോഷ്യൽ മീഡിയയിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ അങ്ങനെ നടത്തുന്നത് ഏറ്റവും ഔചിത്യത്തോടെയും മര്യാദയോടെയും സംസ്കാര സമ്പന്നതയോടെയും ആവണം എന്ന നിലപാടാണ് ഞങ്ങളെല്ലാം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. മറിച്ച് ആരെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പൊതുവായൊരു പ്രസ്താവനയായി പറഞ്ഞതാണ്. അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാലുള്ളൊരു വിഷയം സൈബർ ഇടത്തിലെ ഉത്തരവാദിത്തരഹിതമായ ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ, അതിപ്പോൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തെയും പിന്തുണയ്ക്കുന്നവരിൽ നിന്നുണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നവർ എന്ന് കരുതപ്പെടുന്നതിൽ നിന്നുണ്ടാവാറുണ്ട്. പലപ്പോഴും വൈകാരികമായിട്ടൊക്കെയാണ് അതിൻ്റെ ഒരു രീതിയുള്ളത്. ഇവിടെ നമ്മൾ പരാമർശിക്കുന്നത് അതേ അല്ല. ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സംഘടനയെക്കുറിച്ച്, വെൽഫെയർ പാർട്ടി എന്ന ഒരു പാർട്ടിയെക്കുറിച്ച്, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ, മീഡിയ വൺ TV ചാനൽ ഉൾപ്പെടെയുള്ള അവരുടെ മാധ്യമങ്ങളെക്കുറിച്ച് അതിൻ്റെ ഉത്തരവാദിത്വ ബോധമുണ്ടല്ലോ. അത് ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെ സൈബർ ഇടത്തിൽ പിന്തുണയ്ക്കുന്ന ഒരാൾ ഉത്തരവാദിത്തരഹിത എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും അല്ല എൻ്റെ ഒരു വിമർശനം. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി സൈബർ ഇടത്തിൽ ഇങ്ങനെ വാദിക്കുന്ന ഒരാൾ നീ പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉയർത്തിയാൽ അതൊന്നും നമ്മൾ പരിഗണിക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം, അവരുടെ മാധ്യമങ്ങൾ, അങ്ങനെ ഉത്തരവാദിത്വമുള്ളവർ സ്വീകരിക്കുന്നതിനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ
എതിർക്കുന്ന ആരെങ്കിലും, ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാനാണല്ലോ ഇരിക്കുന്നത്, ഇങ്ങനെ ഒരു ചാപ്പ ഞാൻ അടിക്കുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിലപാടുകളെ നമുക്ക് വിമർശിക്കാം, പക്ഷേ അത് അപ്പോഴപ്പോഴുള്ള താൽക്കാലിക ലാഭത്തിന് വേണ്ടിയാവരുത്, മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തെ അത് എങ്ങനെയാണ് ബാധിക്കുക എന്ന് നോക്കിയിട്ട് വേണം. ഒപ്പം അടിയുറച്ച മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവരെ തങ്ങൾക്കിഷ്ടമില്ല എന്ന കാരണം കൊണ്ട് വർഗീയ ചാപ്പയടിക്കുന്നത് മതനിരപേക്ഷതയെ കാര്യമായി തന്നെ ക്ഷതമേൽപ്പിക്കും. ആ ഗൗരവം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നതാണ് നല്ലത്. മറ്റൊന്ന് ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട കേസിൽ വാസു, പത്മകുമാർ തുടങ്ങിയ ആളുകൾ ജയിലിലാണ്. കഴിഞ്ഞ ദിവസം വീണ്ടും മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു പത്മകുമാറിനൊക്കെ. ആ വിഷയത്തിൽ CPM-ന്റെ നിലപാടെന്തായിരിക്കും? ഇവരെ കൂടെ കൂട്ടി മുന്നോട്ടേക്ക് പോകുമോ? പത്മകുമാറിനെയൊക്കെ പുറത്താക്കാനുള്ള എന്തെങ്കിലും നടപടി തീരുമാനം കൈക്കൊള്ളുമോ? വിമർശനമാവുന്നില്ല. ഇതിപ്പോ രാഷ്ട്രീയ വിഷയമാണ്. ജമാഅത്തെ ഇസ്ലാമിയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വിഷയമാണ്. മറ്റേത് കുറച്ചുകൂടിയൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന, വിശ്വാസികളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിനെപ്പറ്റി ഒരു നിലപാട് സ്വീകരിക്കാൻ CPM വൈകുന്നുണ്ടോ എന്നൊരു സംശയം അല്ലെങ്കിൽ ആരോപണം, ആശങ്കകളൊക്കെ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും നോക്കും. ഈ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഒന്നിലധികം തവണ പാർട്ടി നിലപാട് വിശദീകരിച്ച് കഴിഞ്ഞതാണ്. അതിലൊരു ആശയക്കുഴപ്പമോ അവ്യക്തതയോ ഞങ്ങളുടെ മുൻപിലില്ല. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഇതിനിപ്പോൾ ഒരു അഴിമതിയെന്നോ തട്ടിപ്പെന്നോ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു സംഭവമാണല്ലോ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ആ വിഷയം പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഗോവിന്ദൻ മാഷ് അത് സംബന്ധിച്ച് പാർട്ടി നിലപാട് വിശദീകരിക്കുകയുണ്ടായി. ആരാധനാലയങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ്. ആരാധനാലയങ്ങളുടെ സ്വത്ത് ആ നിലയിൽ സംരക്ഷിക്കപ്പെടേണ്ടതുമാണ്. അതാണ് ഞങ്ങളുടെ നിലപാട്. അത് ആരെങ്കിലും അപഹരിക്കാനോ തട്ടിപ്പ് നടത്താനോ ശ്രമിച്ചാൽ മുഖം നോക്കാതെ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുക. അവരെല്ലാം നിയമത്തിൻ്റെ വഴിയിൽ ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടവരായിരിക്കും. അത് അഭംഗുരം മുന്നോട്ട് പോകും. ഈ നിലപാടിൻ്റെ പ്രത്യേകത, ഈ നിലപാട് ഞങ്ങൾക്കേ ഉള്ളൂ. ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിലെ തിരുവാഭരണം പോയി. അന്ന് ബഹുമാന്യനായ കരുണാകരനായിരുന്നു, കരുണാകരനായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുള്ള ദേവസ്വം ബോർഡായിരുന്നു. അതിപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല. ആ അന്വേഷണം എവിടെയായി? തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. കുറ്റവാളികളെ രക്ഷിക്കുന്ന നിലപാടാണ് അന്ന് സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ ശബരിമല വിഷയം വരുന്നു, ആ നിലപാടല്ല. വൈക്കം ക്ഷേത്രം ഉൾപ്പെടെ മറ്റ് ക്ഷേത്രങ്ങളുടെയൊക്കെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ നിലപാട്, സർക്കാരിൻ്റെ നിലപാട്, ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരുണ്യവും ഉണ്ടാവില്ല. അവർ നിയമാനുസൃത നടപടികൾക്ക് വിധേയരാവണം. ഇപ്പോൾ നിങ്ങൾ 2 പേരുകളാണ് ഇവിടെ ചോദിച്ചത്. മറ്റു ചില പ്രതികളെ കുറിച്ചുകൂടി മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമായിട്ടുള്ള SITയുടെ അന്വേഷണമാണ്. ഈ അന്വേഷണത്തെ നിയമസഭയിൽ എതിർത്തവരാണ് പ്രതിപക്ഷം. ഇപ്പോൾ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ അന്ന് ഞാൻ വിചാരിക്കുന്നത് ബഹിഷ്കരിച്ചു എന്നാണ്. സഭ ബഹിഷ്കരിച്ചു, ഇറങ്ങിപ്പോയി. അവരുടെ ആവശ്യം CBI അന്വേഷിക്കണം എന്നായിരുന്നു. ഈ അന്വേഷണം ശരിയാവില്ല, ഇത് കുറ്റവാളികളെ ഒന്നും പിടിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ആ എതിർപ്പൊക്കെ അവഗണിച്ചാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണ സംഘമായിട്ട് മുൻപോട്ട് പോകുന്നത്. അതിപ്പോൾ ശരിയായ വഴിയിലാണ് പോകുന്നതെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി ചിലർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ നിയമ നടപടികളെ നേരിടുകയാണ്. കോടതി ആ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കട്ടെ. ഒരു തരി പൊന്നുപോലും ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാതിരിക്കുകയാണ് വേണ്ടത്. ശബരിമലയുടെ കാര്യത്തിൽ വേറെ ചില പ്രത്യേകതകളുമുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഓഡിറ്ററാണ് അവിടെ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയുടെ കൂടി ഒരു മേൽനോട്ടം നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ടുകൂടിയായിരിക്കാം ഹൈക്കോടതി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കാര്യത്തിലെല്ലാം താല്പര്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പരിശോധന എല്ലാം ശരിയായ ദിശയിൽ നടക്കട്ടെ. ആരൊക്കെ വീഴ്ച വരുത്തിയോ, ആരൊക്കെ കുറ്റം ചെയ്തോ, ആനുപാതികമായി അവർ ശിക്ഷിക്കപ്പെടട്ടെ. ആ കാര്യത്തിലെല്ലാം ഞങ്ങൾക്ക് മുൻപും ഇപ്പോഴും ഒരേ നിലപാട് തന്നെയാണുള്ളത്. അതിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ ഇല്ല. അത് അതിൻ്റെ വഴിക്ക് തന്നെ മുൻപോട്ട് പോവുകയാണ് വേണ്ടത്. ഭക്തരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും. അവരുടെ സ്വത്ത് ഒരു തരി പോലും അപഹരിക്കപ്പെടാൻ ഇടയാവില്ല. അതിനെല്ലാം സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യും. ഇപ്പോൾ എല്ലാ ഭക്തരും ആ കാര്യത്തിൽ സംതൃപ്തരുമാണ്. കാരണം ഒരു പ്രതിയും രക്ഷപ്പെടുന്ന നിലയല്ല ഉള്ളത്. എല്ലാം സ്വതന്ത്രമായ അന്വേഷണം നടന്ന് നിയമ നടപടികൾക്ക് വിധേയമാവുകയാണ്. പണ്ടും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഗുരുവായൂരിലെ തിരുവാഭരണവും വൈക്കം ക്ഷേത്രത്തിലെ മോഷണമൊക്കെ കൃത്യമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്നും വിശ്വാസികൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ട് പാർട്ടി നടപടി ഉണ്ടാവുന്നില്ല എന്നതാണ്
പാർട്ടി നടപടിയുടെ കാര്യത്തിൽ അതും മാഷ് വിശദീകരിച്ചാണ്. ഞാൻ പിന്നെ അതൊക്കെ വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ടി വരുന്നു നിങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തിൽ. ഇപ്പം അത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ്. കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി കോടതിയിൽ തുടർ നടപടികൾ വരുമ്പോഴാണ് ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്താണ്, അത് ശ്രദ്ധക്കുറവാണോ, ബോധപൂർവമായ തട്ടിപ്പാണോ, എന്തൊക്കെയാണ് അത്. ഇപ്പോൾ ഓരോ പദവികൾ വഹിക്കുന്നവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വന്ന വീഴ്ചയാണോ, അതല്ല തട്ടിപ്പിന് കൂട്ടുന്നതാണോ, അതൊക്കെ കോടതി പറയേണ്ടതാണ്, കണ്ടെത്തേണ്ടതാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായി കോടതിയിൽ വരുന്ന റിപ്പോർട്ട് പരിശോധിച്ച് തെളിവുകൾ പരിശോധിച്ച് കോടതി തീർപ്പാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോഴാണ് ഇതിനൊരു വ്യക്തത വരിക. തട്ടിപ്പ് നടത്തിയവരാരൊക്കെ, ഇപ്പോൾ 2 പേരുടെ കാര്യമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്, എത്ര പ്രതികളാണ് അതിലുള്ളത്. ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായേ കാണുന്നില്ല. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവർ അതിൽ പ്രതികളായിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ, അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ വഹിച്ചവർ പ്രതികളായിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാനത് ചൂണ്ടിക്കാണിച്ചിട്ട് കോൺഗ്രസിന് നേരെ ആരോപണം ഉന്നയിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ ഉള്ളവർ പ്രതികളായ ഒരു കേസാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കോടതി പരിശോധിക്കട്ടെ, നീതിപൂർവമായ നിലപാട് സ്വീകരിക്കട്ടെ. അത്തരമൊരു ഘട്ടത്തിൽ തട്ടിപ്പിൽ പങ്കാളികളാണ് എന്ന് വരുന്ന ഏതെങ്കിലും പാർട്ടിക്കാരുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നടപടിയും സ്വീകരിക്കും. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഞാനങ്ങനെ കാണുന്നില്ല. ഒന്ന്, ഇപ്പൊ സാധാരണഗതിയിൽ തന്നെ ഈ നിലയിൽ ഉള്ള ആളുകൾ, MLA-മാരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉയർന്ന നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരൊരു കേസിൽ പ്രതിയായി മുൻകൂർ ജാമ്യത്തിനൊക്കെ അപേക്ഷിച്ചാൽ, ഞാനിത് ആധികാരികമായി പറയുന്നൊരു കാര്യമൊന്നുമല്ല, എന്നാലും നമ്മൾ കണ്ടുവരുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞിട്ട് അറസ്റ്റിലേക്ക് കടക്കുന്നതാണ് സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യം. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ പല ഉദാഹരണങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. ആ ഒരു നിലയാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് അങ്ങനെ തന്നെയാണോ വേണ്ടതെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാനതിൽ അവസാന വാക്ക് പറയാൻ ആളല്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് MLA ആയിരുന്ന ഒരാളാണ്, MLA ആയി ഇരിക്കുന്ന ഒരാളാണ്, സ്വാഭാവികമായും അതിനനുസരിച്ച് വലിയ സ്വാധീനമുള്ള ആളാണ്. കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഇങ്ങനെ വലിയ സ്വാധീനവും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾ അതിനനുസരിച്ചായിരിക്കുമല്ലോ ഈ പിടിയിൽ പെടാതിരിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ കുറച്ച് സമയം ചിലപ്പോൾ എടുത്തേക്കാം. എന്നാലും കേരളത്തിലെ പോലീസ് മറ്റു പല കേസുകളിലും അവരുടെ മികവ് കണക്കിലെടുക്കുമ്പോൾ വൈകാതെ തന്നെ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഉചിതമായിട്ടുള്ള അറസ്റ്റും നടപടികളും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് ഞാൻ അങ്ങനെ മാത്രമേ കാണുന്നു. ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ അയാളെ പുറത്താക്കി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. ഇതേ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള ആർജവം CPM ഉണ്ടോ എന്നൊരു മറുചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുന്നോട്ട് വരുന്നത്. അത് ഈ ഒരു ഘട്ടത്തിൽ ഗതികേട് കൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. കാരണം ഒന്ന്, ഇപ്പോൾ ഈ പീഡന പരാതികൾ ഉയർന്നു വരുമ്പോൾ അപ്പോൾ തന്നെ നടപടിയെടുക്കണം എന്നൊരു നിലപാട് കോൺഗ്രസിനുണ്ടോ? അങ്ങനൊരു നിലപാട് കോൺഗ്രസിനില്ലല്ലോ. ഇപ്പം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ കേസുകളിൽ പ്രതിയായവരും ജയിലിൽ കിടന്നിട്ടുള്ളവരും ഒരു നടപടിക്കും വിധേയരാകാതെ തുടരുകയാണല്ലോ കോൺഗ്രസ്. ഇതിൽ മാത്രമാണ്. അതിൽ തന്നെ കേൾക്കുന്നത് പരാതി വളരെ നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ മുൻപാകെ വന്നൊന്നും അത് ശ്രദ്ധിച്ചില്ല എന്നുള്ള ആരോപണങ്ങൾ, അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചതെന്നെല്ലാം ഉള്ള ആരോപണമുണ്ട്. അത് അവർ വിശദീകരിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു നടപടി എടുക്കേണ്ടി വന്നു, അത് കോൺഗ്രസ്സാണ് പറയേണ്ടത്. എന്തുകൊണ്ടും മറ്റു കേസുകളിൽ നടപടി എടുത്തില്ല? അപ്പോൾ അത് സമാനമല്ല എന്നതാണ് കേരളത്തിൻ്റെ മുമ്പിൽ ഇപ്പോഴുള്ള ഒരു യാഥാർത്ഥ്യം. അപ്പോൾ കോൺഗ്രസിൻ്റെ പൊതു നിലപാട് ഇതാണ് എന്നാണ് പറയുന്നതെങ്കിൽ സ്വാഭാവികമായും നിയമസഭാംഗങ്ങളായിരിക്കുന്ന ബലാത്സംഗ കേസുകളിൽ പ്രതിയായിരിക്കുന്ന ആളുകളുടെ പേരിൽ എന്താണ് നടപടി എടുക്കാത്തത് എന്ന ചോദ്യം വരും. അത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇതിൽ മേനി നടിച്ചുകൊണ്ട് പറയുമ്പോൾ ഇത് നിങ്ങളുടെ പൊതു നിലപാടാണോ, ആണെങ്കിൽ ഈ കേസുകളിൽ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്ന ചോദ്യം നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ്. അദ്ദേഹം അത് വിശദീകരിക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ജനങ്ങൾ അത് തൊണ്ടോടാതെ ഒഴുങ്ങില്ലല്ലോ. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ആ മറുപടി പറയാൻ അവർ തയ്യാറാകുമ്പോഴാണ് നമുക്കത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുക. അങ്ങനെയുള്ള കുതന്ത്രങ്ങളൊന്നും ഇടതുപക്ഷത്തിനില്ല. ഇപ്പോൾ ഈ പരാതി തന്നെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പരാതിയല്ലല്ലോ. എന്താണ് ഇതിൽ ഇടതുപക്ഷത്തിൻ്റെ പങ്ക്? ഒരു പരാതിയും ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പരാതിയോ ഞങ്ങൾ ഉന്നയിച്ച ഒരു ആരോപണമോ അല്ല. അതെല്ലാം
ഏറിയോ കുറഞ്ഞോ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ള പരാതികളാണ്. അതിനെന്തിനാണ് ഞങ്ങളെ പടി പറയേണ്ട കാര്യം? പിന്നെ ഞങ്ങൾ പറയുന്ന പോലെയാണോ ജനങ്ങൾ ചർച്ച ചെയ്യുക? ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ജനങ്ങൾക്ക് അതിനൊക്കെ പ്രത്യേകിച്ച് മലയാളികൾക്ക് വിവേചന ബുദ്ധിയില്ല. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. ഞാനിവിടെ ഈ മീറ്റ് ദ പ്രസ് ആരംഭിച്ചപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വിശദീകരിച്ച കാര്യങ്ങൾ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളുമല്ലേ. LDF ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, ഇത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. മറ്റൊരു താല്പര്യവും ഈ കാര്യത്തിൽ ഞങ്ങൾക്കില്ല. പിന്നെ ഉയർന്നു വരുന്ന ഓരോ വിഷയവും ജനങ്ങൾ ചർച്ച ചെയ്യും. അത് ജനങ്ങളുടെ ഒരു സ്വാതന്ത്ര്യമാണ്. അത്ര ഞങ്ങൾ ഇതിനെ കാണുന്നു. ഈ രാഹുലിന്റെ വിഷയത്തിൽ ഇപ്പോൾ ഇന്നലെ ആൻസിഡന്റ് തള്ളിയതോടെ DYFI പടക്കം പൊട്ടിക്കുന്നു, ആഘോഷം നടത്തുന്നു. നേരത്തെ ഒന്നും CPM-ന്റെ ഒരു രീതി അനുസരിച്ച് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതൊരു ഈ രാഹുൽ എന്ന് പറയുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ LDF-നൊക്കെ ഉണ്ടാക്കിയ ഡാമേജ് കൊണ്ടാണോ, അതല്ലെങ്കിൽ UDF-ലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു പൊതു സ്വീകാര്യതയൊക്കെ ഉണ്ടായിരുന്ന ഒരാൾക്ക് അത്തരം ചെറുപ്പക്കാരെ ആളുകളൊക്കെ വന്നു വരുമ്പോൾ ഒരു രാഷ്ട്രീയമായി ഒരു ഭീഷണിയാകുമെന്ന് ഭയന്നിട്ടാണോ? എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ ഒരു കോടതി പേര് നിഷേധിച്ച് അല്ലെങ്കിൽ അത്തരം ഒരു കോടതി നടപടിക്രമം വരുമ്പോഴേക്കും ഇത്ര ആഘോഷമാകുന്നു? പ്രസാദിന്റെ ചോദ്യം നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഏതായാലും ഈ വിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് പറയുക. ഇപ്പോൾ ഇങ്ങനെയൊരു കേസ് ഉയർന്നു വന്നില്ല എന്ന് കരുതുക, സങ്കല്പിക്കുക. ഇങ്ങനെ ഒരു കേസ് ഉയർന്നു വന്നില്ല. അങ്ങനെയാണെങ്കിൽ UDF-ലെ യുവ നേതൃത്വം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ നമ്മുടെ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചിരുന്നവരാണോ? എനിക്കതിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. സാധാരണഗതിയിൽ യുവാക്കൾ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഒരു തിരുത്തൽ ശക്തിയായിട്ടൊക്കെ വരുന്നു എന്നാണ് വിലയിരുത്തപ്പെടാറ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പങ്കാണ് അവർ നിർവഹിക്കാറ്. ഏത് പാർട്ടിയിലും സമൂഹത്തിലും പുതിയ ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ ഒരു തിരുത്തൽ ശക്തിയാവുക, രാഷ്ട്രീയത്തെ കുറെ കൂടി കാമ്പുള്ളതാക്കി മാറ്റുക, അതൊക്കെയാണ് പ്രതീക്ഷിക്കുക. എന്നാൽ കുറച്ചു കാലമായി UDF-ൽ യുവ നേതാക്കന്മാരായി ഉയർന്നു വന്നവർ നമ്മുടെ രാഷ്ട്രീയത്തെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റാൻ, കാമ്പുള്ളതാക്കി മാറ്റുന്ന സംഭാവനകളാണോ നൽകിയിട്ടുള്ളത്? അല്ല എന്ന് മാത്രമല്ല, രാഷ്ട്രീയത്തെ അരാഷ്ട്രീയമാക്കുന്നതിനാണ് ഇവരെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ വ്യക്തിപരമായി ആരെങ്കിലും പ്രത്യേകമായിട്ട് ആക്ഷേപിക്കാനോ വിമർശിക്കാനോ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ പൊതുവിൽ ഈ ഒരു വിമർശനം ശക്തമാണ്. സമൂഹത്തെ അരാഷ്ട്രീയവൽക്കരിക്കാനാണ് ഇവർ ശ്രമിച്ചത്. തീർത്തും അനുചിതമായ രീതികളും ശീലങ്ങളുമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. നവമാധ്യമങ്ങളുടെ സൃഷ്ടിയായി നേതാവാകുക, നവമാധ്യമങ്ങളിൽ തന്നെ ജീവിക്കുക, അതാണ് ലോകം എന്ന് ധരിക്കുക, അതിലൂടെ അപ്രമാദിയാകാം എന്ന് ചിന്തിക്കുക, വൻ തുക മുടക്കി ഓൺലൈൻ പ്രൊമോഷനുകൾ, ഓൺലൈൻ ചാനലുകളെ വിലക്കെടുക്കുക, ഓൺലൈൻ പ്രൊമോഷനുകൾ നടത്തുക, പോകുന്നിടത്തെല്ലാം ഒരു ക്യാമറ ടീമുമായി പോവുക. നമ്മൾ കാണുന്ന കാര്യമായിരുന്നില്ലേ? റീലുകൾ, നല്ല സാങ്കേതിക തികവാർന്ന റീലുകൾ ചിത്രീകരിക്കുക, അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഒരു പാരലൽ വേൾഡിൽ വൻ പണം മുടക്കി ഇത്തരത്തിലുള്ള സെൽഫ് പ്രൊമോഷൻ സംഘടിപ്പിച്ച് അങ്ങനെ നേതാവായിട്ട് നിൽക്കുക. ഇവരാരെങ്കിലും രാജ്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച്, മതനിരപേക്ഷത നേരിടുന്ന ഭീഷണിയെക്കുറിച്ച്, വർഗീയതയുടെ അപകടത്തെക്കുറിച്ച് ഗൗരവമായിട്ട് എവിടെയെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാടിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ, വികസന പദ്ധതികൾ ഇത് സംബന്ധിച്ച് വിമർശനങ്ങളോ നിർദ്ദേശങ്ങളോ ഉയർത്തുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്? അതിന് പകരം നവമാധ്യമങ്ങളുടെ ചില ശൈലികളിൽ വിദ്വേഷത്തിൻ്റെതായ ഒരു തലം സൃഷ്ടിക്കുക, അതല്ലേ ഉണ്ടായിരുന്നത്? ശത്രുതാപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തലം ഉയർത്തിക്കൊണ്ടു. ഇപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ, ഞാൻ ആരുടെയും പേര് അവിടെയും പറയുന്നില്ല, എത്ര പേരുണ്ട്, അവരെല്ലാം രാഷ്ട്രീയമായി നമ്മൾ വിയോജിക്കുമ്പോഴും എതിർക്കുമ്പോഴും വിമർശനം ഉന്നയിക്കുമ്പോഴും എത്ര മര്യാദയുള്ള രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് സ്വീകരിച്ചിരുന്നത്. ഇപ്പോഴും ഞാൻ മരിച്ചുപോയവരെ കുറിച്ച് മാത്രമല്ല, ജീവിച്ചിരിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മര്യാദ വേണ്ട, വിദ്വേഷത്തിൻ്റെ ഭാവമായിരിക്കണം, വ്യക്തിപരമായ അധിക്ഷേപവും പരിഹാസവും വെല്ലുവിളിയും ആക്രോശവും
പരസ്പര ബഹുമാനമില്ലായ്മയുമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖമുദ്ര എന്ന ഒരു കാഴ്ചപ്പാട് ആരും കൊണ്ടുവന്നതാണ്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. അതാണ് വിമർശിക്കപ്പെടേണ്ടത്. ഇതിപ്പോൾ ഉയർന്നു വന്നൊരു കേസ്, ശരി, അത് ഇപ്പോൾ നിയമപരമായിട്ട് നടപടിയിലേക്ക് പോകും. അതെല്ലാം നാട് ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്ക് മാത്രമല്ല ഒതുക്കുന്നത്. ഇതല്ലേ നാട് ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ, സാമൂഹ്യ പ്രവർത്തനത്തെ ഉൾക്കരുത്തുള്ളതാക്കി മാറ്റാനും അതിന് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാക്കാനും എന്തായിരുന്നു ഇവരുടെ സംഭാവന. ഇപ്പോൾ ഓരോരുത്തരും അവരുടേതായ ഭാഗത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാനുണ്ട്. ഞാനതങ്ങനെ വ്യക്തിപരമായിട്ട് എടുക്കണ്ട എന്നുകൊണ്ട് പറയാതിരിക്കുകയാണ്. ഇവർ നേതൃത്വം കൊടുത്ത യുവജന സംഘടനകൾ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിൽ നൽകിയ സംഭാവന എന്താ ചർച്ച ചെയ്യണ്ടേ? ഇപ്പൊ ദുരന്തകാലങ്ങളിൽ DYFI 20 കോടി രൂപ സമാഹരിച്ച് വീട് വയ്ക്കാൻ വേണ്ടി കൊടുത്തു സർക്കാർ. 100 വീടിൻ്റെ പണം എന്നാണ് കണക്കാക്കുന്നത്. 20 കോടി രൂപ. എങ്ങനെയാണ് ആ പണം സമ്പാദിച്ചത്? ഒരാളിൽ നിന്ന് 1 രൂപ വാങ്ങിയിട്ടല്ല, കൂലിപ്പണി ചെയ്ത് കൂലിയായി കിട്ടിയ പണം, വിവിധ ചലഞ്ചുകൾ നടത്തി കിട്ടിയ പണം, ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിറ്റ പണം. ഒരു നാടാകെ യുവജനങ്ങളെ സംഘടിപ്പിച്ച് ഇത്തരമൊരു പ്രവർത്തനം മുണ്ടക്കൈ ദുരന്ത ബാധിതരെ സഹായിക്കാൻ DYFI സംഘടിപ്പിച്ചു. മറ്റു യുവജന സംഘടനകളുടെ പങ്കെന്തായിരുന്നു? നമ്മുടെ നാട് പരിശോധിക്കണ്ടേ? 25 വീട് നിർമ്മിച്ചു കൊടുക്കും എന്നാണ് DYFIയുടെ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അവരത്രയാണ് പ്രതീക്ഷിച്ചത്, അത്രയും പണം സമാഹരിക്കാൻ പറ്റും എന്നാണ് അവർ കരുതിയത്. ഉടനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം പറഞ്ഞു 30 വീട് ഞങ്ങൾ കൊടുക്കും. അതിന് വലിയ ആഘോഷം കിട്ടി. അത് പറഞ്ഞാൽ മതി. അതാണ് കേരളത്തിന്റെ സ്ഥിതി. ഒരു വാചകം അടിച്ചാൽ മതി, പ്രവർത്തനം വേണ്ട. ഇപ്പൊ എന്താ സ്ഥിതി? അതിൻ്റെ എത്ര പണമാണ് പിരിച്ചു എന്ന് പറയുന്നത്? അത് സംബന്ധിച്ചുള്ള ഏത് പ്രവർത്തനമാണ് ഏറ്റെടുത്തത്? അതിന് മുൻപ് പ്രളയം വന്നപ്പോൾ ഇതേ പ്രവർത്തനം നമ്മൾ കണ്ടില്ലേ? അന്നും DYFI എത്ര 11 കോടി രൂപ കോവിഡ് സമയത്ത്, പ്രളയമല്ല കോവിഡ് സമയത്ത്, പ്രളയം വന്ന സമയത്ത് ഈ സമൂഹത്തിൽ നടത്തിയ പ്രവർത്തനം. ഇപ്പോൾ ആതുരാലയങ്ങളിൽ പൊതിച്ചോറ് കൊടുക്കുന്നു. അതിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമില്ല. ഒരു സാമൂഹ്യ പ്രവർത്തനമല്ലേ? രക്തം ദാനം ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന സംഘടനയ്ക്ക് ഒരു അവാർഡുണ്ട്, സംസ്ഥാന അവാർഡ്. 10 പതിറ്റാണ്ടുകളായ അവാർഡ് DYFIക്കാണ്. ഇവിടെ ഞാൻ ജില്ലാ ഭാരവാഹി ആയിരുന്ന ആളാണ്. മലപ്പുറം ജില്ലയായിരുന്നു 1ാം സ്ഥാനത്ത് മിക്ക വർഷങ്ങളിൽ. ആ മത്സരത്തിന് ഇങ്ങനെ അതിൻ്റെ പരിശോധന നടക്കുമ്പോൾ DYFIയുടെ 7 അയലത്ത് മറ്റൊരു സംഘടന വരുമായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ സന്നദ്ധ പ്രവർത്തനം മാത്രമാണെന്നല്ല. ഇപ്പോൾ മികച്ച പരിസ്ഥിതി സംഘടനയ്ക്ക് ഒരു അവാർഡ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൊടുത്തു. DYFIക്കാണ് അവാർഡ് കിട്ടിയത്, പിന്നെ അവാർഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യുവജന സംഘടനകൾ ഈ സമൂഹത്തിൽ നടത്തുന്ന പ്രവർത്തനം, വിമർശനം ശക്തമായി ഉണ്ടാവട്ടെ, പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടാവട്ടെ, പക്ഷേ ഇതൊക്കെ പരിശോധിക്കപ്പെടണ്ടേ? സമൂഹത്തിന് കരുത്തു പകരുന്ന, വഴി കാട്ടുന്ന ഒരു പ്രവർത്തനവും നടത്താതിരിക്കുക, ചില ഡ്രസ് കോഡ് അവലംബിക്കുക, പേഴ്സണൽ മേക്കപ്പ് മാനെ വയ്ക്കുക, ക്യാമറ ടീമിനെ ഒപ്പം കൊണ്ട് നടക്കുക, ഉത്തരവാദിത്വരഹിതമായിട്ട് അധിക്ഷേപിക്കുക, ആക്രോശിക്കുക, ഇങ്ങനെയാണോ ഒരു സമൂഹത്തിൽ പുതിയ നേതാക്കന്മാർ ഉയർന്നു വരേണ്ടത്? അതിനെ പ്രോത്സാഹിപ്പിച്ചവർ ചിന്തിക്കേണ്ടതാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പരസ്പര ബഹുമാനവും മര്യാദയും എല്ലാം വെച്ചു പുലർത്തേണ്ടതും ശരിയായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്യേണ്ടതുമാണ്. ഇപ്പം ശക്തമായി വിമർശിക്കുന്ന സമയത്തും എതിർക്കുന്ന സമയത്തുമെല്ലാം തെറി വിളിക്കണമെന്നില്ല, ആക്രോശിക്കണമെന്നില്ല, അശ്ലീലം പറയണമെന്നില്ല, ആക്ഷേപിക്കണമെന്നില്ല. അപ്പം ഈ തീർത്തും അനുചിതമായ ഒരു സംസ്കാരത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് UDFിലെ യുവ നേതൃത്വമാണ്. അതൊരു മാഫിയ രീതിയാണ്, ഒരു മാഫിയ രീതി. ഞാൻ ഓർക്കുന്നു, KPCC പ്രസിഡൻ്റായിരുന്ന കോൺഗ്രസ് നേതാവ്, ഇപ്പോഴല്ല കുറച്ചു മുമ്പ്, അദ്ദേഹം നിറകണ്ണുകളോടെ ഒരു ദൃശ്യമാധ്യമത്തോട് പറയുന്നുണ്ട്, ഇങ്ങനെ സൈബറിടത്തിൽ തെറി വിളിച്ച് ആക്ഷേപിച്ച് അപമാനിച്ചതിന് സ്വന്തം അണികളാണ്. അപ്പോൾ ഒരു വിമർശനം ആരെങ്കിലും ഉന്നയിച്ചാൽ പരിഹാസവും അധിക്ഷേപവും അശ്ലീലവും അസഭ്യവും ഒക്കെ ആയിട്ട് തകർത്ത് കളയാം. അതിന് പെയ്ഡായിട്ടൊരു ടീമിനെ നിർത്തിക്കൊണ്ട് പോകുക. എങ്ങനെയാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? തീർത്തും അനുചിതമായി. ഞാനിപ്പോഴും പറയുന്നു, ഞാനിത് പൊതു വിമർശനമായി ഉയർത്തിയതാണ്. ഞാൻ ഒരാളുടെയും പേര് പറയാതിരുന്നത് ബോധപൂർവമാണ്. ഇത് വ്യക്തിപരമല്ല, ഇതൊരു തെറ്റായ ശൈലിയാണ്. ആ ശൈലി കേരളത്തിൽ തിരുത്തപ്പെടേണ്ടതാണ്. രാഷ്ട്രീയത്തെ കുറച്ചുകൂടി അർത്ഥപൂർണമാക്കണം. അതിശക്തമായി ആശയപരമായി ഏറ്റുമുട്ടുമ്പോഴും പരസ്പര ബഹുമാനമൊന്നും വിട്ടുകളയരുത്. ഇത് പ്രശാന്തിൻ്റെ ഒരു ചോദ്യത്തിന് അതിൻ്റെ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞ മറുപടിയാണ്. ഇപ്പം ചോദ്യം ഇങ്ങനെ ഒരാൾക്ക് ജാമ്യം നിഷേധിക്കുമ്പോൾ പടക്കം പൊട്ടിക്കുന്നത് ശരിയാണോ എന്നൊക്കെയാണ്.
അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു പക്ഷേ ഈ സമീപ സമയത്ത് വേറെയും ചില വിഷയങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായി. അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും ചിലപ്പോൾ, അതിൻ്റെ ഒരു പ്രതികരണമായിട്ടായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. അത് ആ സന്ദർഭത്തിലുള്ളത്. പിന്നെ മാധ്യമങ്ങൾ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചിലർ ഇതിങ്ങനെ ഒരു, ഈ വിഷയം മാത്രമല്ല എല്ലാ വിഷയവും ഒരു എന്താ പറയുക, ഒരു ആഘോഷം പോലെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി വരുന്ന ഒരു പ്രതിഫലനമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഞാനേതായിരുന്നാലും അതിനെ ഒന്നും പിന്തുണയ്ക്കുന്ന ഒരാളല്ല.